ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കി RSS പ്രതിനിധി സഭ. ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ കൃത്യമായ ആക്രമണം നടക്കുന്നുവെന്ന് സഹസർകാര്യവാഹ് അരുൺകുമാർ ചൂണ്ടിക്കാട്ടി. ഇത്തരം പ്രവർത്തനങ്ങൾ ഹിന്ദു വിരുദ്ധത മാത്രമല്ല ഭാരത വിരുദ്ധതയായി മാറുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംഘത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. സാമാജിക പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും RSSന് സാധിച്ചുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. RSS പ്രതിനിധി സഭയുടെ രണ്ടാം ദിനത്തിലെ ചർച്ചകൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒപ്പം ചേരുന്നുണ്ട്. ഗൗതം, പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, അങ്ങനെ പ്രമേയം പാസ്സാക്കുന്നു. ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ കൃത്യമായ ആക്രമണം നടക്കുന്നു, അത് ആസൂത്രിതമാണ് എന്ന് അദ്ദേഹം പറയുന്നു. വിവരങ്ങൾ. കൃഷ്ണരാജ്, ബംഗളൂരുവിൽ നടക്കുന്ന RSSന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്ന അക്രമത്തിന് എതിരെ അതിനെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയമാണ് പാസ്സാക്കിയിരിക്കുന്നത്. പ്രധാനമായും ആ പ്രമേയത്തിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു ഭരണകൂട ഭീകരതയാണ് എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഈ ഒരു ആക്രമണത്തിന് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ വലിയ പിന്തുണയുണ്ടാകുന്നു. അവരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് അവിടെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് എന്നാണ് ഈ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായിട്ടുള്ള RSS ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിനും ഒപ്പം ക്രൈസ്തവരടങ്ങുന്ന അവിടുത്തെ മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കും പൂർണ്ണമായ ഐക്യദാർഢ്യവും പിന്തുണയും നൽകുകയാണ്. ഇത്തരം വിഷയങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ അന്താരാഷ്ട്ര ഫോറങ്ങൾ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. ഒപ്പം കേന്ദ്ര സർക്കാരും ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി ഇനിയും തുടരെ അങ്ങനെ തന്നെ കാണണം എന്ന ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്നതാണ് ഈ ഒരു പ്രമേയം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അക്രമത്തെ നേരത്തെയും അപലപിച്ച് RSS രംഗത്തെത്തിയിരുന്നു. ഇതിപ്പോൾ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ ഒരു പ്രമേയമായി തന്നെ ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന അക്രമത്തെ രൂക്ഷമായി വിമർശിക്കുകയും ഒപ്പം ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സംഘത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർഷിക റിപ്പോർട്ടിൽ അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ന് അതേ കാര്യം ഇന്ന് സഹസർകാര്യവാഹ് അരുൺകുമാറും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന തുടങ്ങി അയൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഭാരതവുമായി അത്ര നല്ല ബന്ധത്തിലല്ലാത്ത അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലും സംസ്ഥാനങ്ങളിലും സംഘത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ സുശക്തമാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നടന്നു. ഈ വരുന്ന വിജയദശമിക്കകം അത്തരം മേഖലകളിൽ കൂടുതൽ കടന്നു ചെല്ലാനും പ്രവർത്തനം ശക്തമാക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ഈ വാർഷിക റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ള ഈ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ അജണ്ടയും ഇന്ന് നടന്ന കാര്യപരിപാടികളുമാണ് സഹസർകാര്യവാഹ് അരുൺകുമാർ ഇന്നിപ്പോൾ വിശദീകരിച്ചത്. കൃഷ്ണരാജ്, ഗൗതം, മറ്റൊന്ന്, ഈ സംഘത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള പദ്ധതി വരുന്നു എന്നതാണ്, പാക് ചൈന അതിർത്തികളിലടക്കം. അതിനെക്കുറിച്ച് കൃഷ്ണരാജെ, ഈ അതിർത്തി സ്ഥലങ്ങളിൽ കൂടുതൽ സുശക്തമായ പ്രവർത്തനം വേണമെന്ന വിലയിരുത്തലാണ് സംഘത്തിനുള്ളത്. കാരണം ഒന്ന്, ചൈന പലപ്പോഴും സമാധാനത്തിൻ്റെ ആഹ്വാനമൊക്കെ നടത്തുമെങ്കിലും പിന്നീട് ബോധപൂർവമായ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു സ്വഭാവം കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്കുണ്ട്. RSS വളരെ കാലഘട്ടങ്ങൾക്ക് മുൻപ് തന്നെ ചൈനയുടെ ഇത്തരം സമീപനങ്ങളെ വളരെ ഗൗരവമായി കാണണം എന്ന നിലപാടുള്ള ഒരു സംഘടനയാണ്. അത് ഗുരുജി ഗോൾവാൾക്കറുടെയൊക്കെ കാലഘട്ടം മുതൽ തന്നെ RSS ഇതേ സമീപനമാണ് ചൈനയോട് സ്വീകരിക്കുന്നത്. ഒപ്പം പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ, അങ്ങനെ ഭാരതവുമായി അത്ര നല്ലതല്ലാത്ത നയതന്ത്ര ബന്ധം, അതല്ലെങ്കിൽ പാകിസ്ഥാനുമായി ഇപ്പോൾ നമ്മൾ ചർച്ച തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. വളരെ മോശമായിട്ടുള്ള നയതന്ത്ര ബന്ധമാണ് പാകിസ്ഥാനുമായിട്ടുള്ളത്, പ്രത്യേകിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നടന്ന ഭീകരാക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ. അതിനാൽ ഇത്തരം രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ സംഘത്തിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന വിലയിരുത്തൽ RSSനുണ്ട്. അതിനാൽ തന്നെ ജമ്മു കശ്മീരിലെ ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം നിലവിൽ ജമ്മു കശ്മീരിലെ ശാഖകളുടെ എണ്ണം 557 അതിൽ 400ഓളം ശാഖകളിൽ പ്രത്യേക ബൈഠക്കുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നടന്നു. എങ്ങനെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാം, ഒപ്പം
ഈ ശത്രു രാജ്യങ്ങളുടെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഉൾപ്പെടെ എന്ത് സമീപനം പെട്ടെന്ന് സ്വീകരിക്കേണ്ടതുണ്ട് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഈ യോഗങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അസം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്. അവിടെയും കൂടുതൽ താലൂക്കുകളിലേക്ക്, അതിർത്തി പങ്കിടുന്ന താലൂക്കുകളിലേക്ക് സംഘത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും പ്രത്യേക പദസഞ്ചലനങ്ങളൊക്കെ നടത്തി സംഘടനയുടെ ശക്തി സമൂഹത്തിലേക്ക് വിളിച്ചോതുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു വർഷത്തിൽ നടന്നു. അതിപ്പോൾ ശതാബ്ദിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ വർഷം ഒക്ടോബർ മാസത്തിലാണ് RSSന്റെ 100 വർഷത്തെ പ്രവർത്തനങ്ങൾ തികയുന്നത്. പിന്നീടുള്ള ഒരു വർഷക്കാലം ശതാബ്ദി പൂർത്തീകരണ വർഷമാണ്. ആ വർഷത്തിൽ ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള കർമ്മ പദ്ധതിയാണ് ഈ 3 ദിവസത്തെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, അതായത് ഈ ശതാബ്ദിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് നിലയിലാകുമെന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നാളെ നമുക്ക് മനസ്സിലാകും. നാളെ ഉച്ചയ്ക്ക് ഇതിൻ്റെ മുഴുവൻ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി സർക്കാരിവാഹ ദത്താത്രേയ ഹൊസബള തന്നെയാണ് നാളെ മാധ്യമങ്ങളെ കാണുക. കൃഷ്ണ, വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.